ശാസ്ത്രലോകത്തിന്റെ സൗരദൗത്യങ്ങളിലെ ഏറ്റവും പ്രധാനമായ ഒന്നാവുകയാണ് പാർക്കർ സോളാർ പ്രോബ്. സൂര്യന്റെ അതിശക്തമായ സൗരജ്വാലകളെ അതിജീവിക്കാൻ പാർക്കറിനാകുമോ എന്നതായിരുന്നു ശാസ്ത്രലോകം ഉറ്റുനോക്കിയിരുന്നത്. സൂര്യന്റെ 61 ലക്ഷം കിലോമീറ്റർ വരെ അടുത്തെത്തിയ പാർക്കർ സോളാർ പ്രോബ് സുരക്ഷിതമാണെന്നാണ് നാസ അറിയിച്ചത്. ഡിസംബർ 24-നായിരുന്നു ദൗത്യം സൂര്യന്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിൽ പ്രവേശിച്ചത്. ഇതിനുശേഷം നിശബ്ദതയിലേക്ക് പോയ പാർക്കറിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സിഗ്നൽ ലഭിച്ചു. പുതുവർഷ ദിനത്തിൽ പാർക്കർ സൂര്യനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത്. സൂര്യനും തൊട്ടടുത്ത ഗ്രഹമായ ബുധനും തമ്മിലുള്ള ദൂരത്തിന്റെ 1/6 മാത്രം അകലത്തിലാണ് പാർക്കർ എത്തിയത്. മണിക്കൂറിൽ 7 ലക്ഷം കിലോമീറ്റർ എന്ന വേഗമാണ് പാർക്കർ കൈവരിച്ചത്. മനുഷ്യനിർമ്മിതമായ ഒരു വസ്തുവിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വേഗതയാണ് ഇത്. പാർക്കറിന്റെ പ്രവർത്തന കാലയളവിന്റെ അവസാന പാദമാണിതെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. അടുത്ത വർഷത്തോടെ കുറച്ചധികം തവണ സൂര്യന്റെ അടുത്തായി പാർക്കർ എത്തുമെങ്കിലും ഇത്രത്തോളം അടുത്തെത്തില്ലെന്നാണ് കണക്കുകൂട്ടൽ. 1400 ഡിഗ്രി സെൽഷ്യസ് വരെ സൂര്യന്റെ അതിതാപനില അതിജീവിച്ചാകും പാർക്കർ എത്തുന്നത്. 2018 ഓഗസ്റ്റിലായിരുന്നു പാർക്കർ സോളാർ പ്രോബ് യാത്ര ആരംഭിച്ചത്. പാർക്കറിനെ വഹിച്ചുകൊണ്ട് പറന്നത് നാസയുടെ ഏറ്റവും ശേഷിയുള്ള റോക്കറ്റുകളിലൊന്നായ ഡെൽറ്റ-4 ആണ്. ചൊവ്വയിൽ പോകാൻ വേണ്ടതിന്റെ 55 ഇരട്ടി വിക്ഷേപണ ഊർജ്ജമാണ് പാർക്കറിന്റെ വിക്ഷേപണത്തിനു വേണ്ടി വന്നത്. ഇതുവരെ പലതവണയാണ് സൂര്യന്റെ അന്തരീക്ഷത്തിനു സമീപം പാർക്കർ എത്തിയത്. സൂര്യന്റെ അടുക്കലേക്കുള്ള ഭ്രമണപഥത്തിലെത്താൻ പാർക്കറെ സഹായിക്കുന്നത് ശുക്രന്റെ ഗുരുത്വബലമാണ്. 7 വർഷം നീളുന്ന യാത്രയിൽ 24 തവണയാകും പാർക്കർ സൂര്യന്റെ അടുത്തെത്തുക. പാർക്കർ ദൗത്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് സൂര്യന്റെ അതിതാപത്തെ അതിജീവിക്കുക എന്നതായിരുന്നു. സൂര്യനിൽ നിന്നുള്ള ഇത്രയും ഉയർന്ന താപനില അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് പാർക്കർ കത്താത്തത് എന്നായിരുന്നു പലർക്കുമുണ്ടായിരുന്ന സംശയം. 4.5 ഇഞ്ച് കനത്തിൽ തയ്യാറാക്കിയ കാർബൺ കോമ്പസൈറ്റ് കവചമാണ് പാർക്കറിന് ചുറ്റുമുള്ളത്. ഈ കവചത്തിന് 1377 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിനെ അതിജീവിക്കുവാൻ കഴിയും. സൂര്യന്റെ കൊറോണയിൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നതെങ്കിലും അവിടെ സാന്ദ്രത കുറവാണ്. ഇതുമൂലം താപം വഹിക്കുന്ന കണങ്ങളും കുറവാണെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് പാർക്കറിന് രക്ഷയാകുന്നതും. കണങ്ങൾ കുറവായതിനാൽ പാർക്കറിന് അവിടെ അധികം ചൂട് അനുഭവിക്കേണ്ടി വരില്ല. 1377 ഡിഗ്രി മാത്രമാകും ചൂട് അനുഭവപ്പെടുക. പാർക്കറിന്റെ ലക്ഷ്യങ്ങൾ സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയെക്കുറിച്ചുള്ള പഠനം, സൗരവാതകങ്ങളെക്കുറിച്ചുള്ള പഠനം, നക്ഷത്രങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം എന്നിവയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.